നമസ്കാരം. നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,618. വരാൻ പോകുന്ന ഡയലായാലും നിഫ്റ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് നോക്കാം. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ സസ്റ്റൈൻ ചെയ്ത ഏരിയയിലാണ് ശ്രദ്ധിക്കുക. 23,700 730 ഏരിയയിലാണ് സസ്റ്റൈൻ ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു ഏരിയനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു ഏരിയയിൽ സൈഡ് വേസ് മൊമെൻറ്റത്തിന് ചാൻസ് കൂടുതലുണ്ട്. കാരണം ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയകൾ തൊട്ടടുത്തുണ്ട്. ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയ തൊട്ടടുത്തുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ സൈഡ് വേസ് മൊമെൻറ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു സമയത്ത് താഴത്തുനിന്നും ബൈരെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ആ ഒരു പ്രഷറും റെസിസ്റ്റൻസിനുള്ള ആ ഒരു പ്രഷറും ഇതെല്ലാം മാർക്കറ്റിനെ ആ ഒരു സൈഡ് വേസ് മൊമെൻറ്റത്തിലാണ് മാർക്കറ്റിൽ എത്തിച്ചേരുന്നത്. അതിനുശേഷം അതിൽ ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, മാർക്കറ്റിനെ മാനേജ് ചെയ്യുമ്പോൾ നൽകുന്നൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ബ്രേക്ക് ഔട്ട് മൊമെൻ്റ് ആണോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ നമ്മൾ അത് എക്സാക്റ്റ് ആയിട്ട് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് മുഴുവനായിട്ട് കാണുക, കാണാത്തവരൊന്ന് വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം വീഡിയോയിലായാലും ട്രേഡിങ്ങിൻ്റെ ഒരു പ്ലാൻ പറയുമ്പോഴായാലും എപ്പോഴും അതിനനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. കാരണം കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലായാലും നിഫ്റ്റി ആയാലും ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ സെറ്റപ്പ് തന്നെയാണ്. പക്ഷേ ഇതൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ഇൻ കേസ് നല്ലൊരു ബൈർ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഓരോ റെസിസ്റ്റൻസിൻ്റെ മുകളിലും സസ്റ്റെയിൻ ചെയ്ത് ഈസി ആയിട്ട് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്കൊരു ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാൻ സാധിക്കുന്നത്. ഇത് മൊമെൻറ്റം വളരെ സ്ലോ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അതിനുശേഷമായാലും മാർക്കറ്റിൽ ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 600-ൻ്റെ മുകളിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ നിഫ്റ്റിയിൽ അത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന ഡയലായാലും നിഫ്റ്റിയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സപ്പോർട്ട് ഏതാണോ റെസിസ്റ്റൻസ് ഏതാണോ അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എപ്പോഴും എടുക്കാനായിട്ട് സാധിക്കും. നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് റേഞ്ചും ഈ ഒരു ലെവലൊക്കെ സപ്പോർട്ടിൻ്റെ താഴെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇനി നിലനിൽക്കേണ്ട സപ്പോർട്ട് ഇതാണ് വരുന്നത്. ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. പിന്നെ ഈ ഒരു ലെവലൊക്കെ നിഫ്റ്റിക്ക് സപ്പോർട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ, ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ഈസി ആയിട്ട് മനസ്സിലാവും. ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ ഒരു ഇൻവെർട്ടർ ഹാമറാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, അതിന് മുൻപ് ഒരു ഇൻവെർട്ടർ ഹാമർ വന്നിട്ടുണ്ട്, ഇന്നും ഒരു ഇൻവെർട്ടർ ഹാമറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹയർ ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിൽ നിന്ന് നിഫ്റ്റിക്ക് നല്ലൊരു പ്രഷർ വരുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി ആയാലും മെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത് ഗ്യാപ്പ് സപ്പോർട്ടാണ് മെയിൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റി സെല്ലിലേക്ക് കടന്നപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ലോങ് ടേം സെല്ലിലേക്ക് കടന്നപ്പോൾ സൂചിപ്പിച്ചിരുന്നു. അതായത് നിഫ്റ്റി ഇതിൻ്റെ ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്തപ്പോഴാണ്, ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്തപ്പോഴാണ് നമ്മൾ നിഫ്റ്റിയിലായാലും ലോങ് ടേം റിവേഴ്സിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇതിൻ്റെ ഈ ഒരു ക്യാൻഡിന് ശേഷം ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പ് റെസിസ്റ്റൻസിലാണ് നിഫ്റ്റി ഒന്ന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെയാണ് നിഫ്റ്റിയുടെ മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ ഏരിയയിൽ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും വരാൻ പോകുന്ന കോൺട്രാക്റ്റ് ആയാലും ഇതിൻ്റെ മുകളിലേക്കൊന്ന് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം. പക്ഷേ അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇൻട്രാഡേയിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ ആയാലും ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്താലും അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നെല്ലാം നിഫ്റ്റിക്കൊരു പ്രഷർ ഉണ്ടായിരിക്കും. പുതിയ ലോയിലേക്ക് ആ ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ഈ ഒരു ലെവലിൽ സപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ആ ഒരു പ്രഷറാണ് മാർക്കറ്റിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ. ഇപ്പോൾ വരാൻ പോകുന്ന ഡയലായാലും ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ റെസിസ്റ്റൻസ് ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് 23,695 മുകളിലേക്ക് 23,695 ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 95 മുകളിൽ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സെയിം ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവലിലേക്കായാലും റെസിസ്റ്റൻസ് കാണുന്നത് 23,752 റെസിസ്റ്റൻസ് കാണുന്നത്. തൊട്ടടുത്ത റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് സ്ട്രെങ്ത് മാർക്കറ്റിൽ കിട്ടുന്നത്. ഇവിടെയും റെസിസ്റ്റൻസ് ഉണ്ട്, 800-ൻ്റെ മുകളിലും റെസിസ്റ്റൻസ് ഉണ്ട്. 23,838 റെസിസ്റ്റൻസ് വരുന്നത്.
നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇന്നത്തെ പോലെ തന്നെ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കാം, റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിനാണ് ചാൻസ്. ഓരോ സപ്പോർട്ടുകളും ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഷോർട്ട് സെല്ലിന് തന്നെയാണ് ചാൻസ് വരുന്നത്. ലോവർ ലെവലിൽ 23,580 സപ്പോർട്ട് വരുന്നത്. 23,550 വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് സെൻറ്റിമെൻറ്റിൽ തന്നെ ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഷോർട്ട് സെൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തു അതിന് ശേഷം നിഫ്റ്റിയിൽ ബൈയുടെ മൊമെൻ്റ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന മൊമെൻ്റ് ആയിരിക്കും. അതായത് ഈ ഒരു സപ്പോർട്ട് 23,550 താഴത്തേക്ക് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ കുറച്ച് ടൈം എടുത്തിട്ടായിരിക്കും ആ ഒരു മൊമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്വിക്കായിട്ട് സപ്പോർട്ട് അടുത്ത റെസിസ്റ്റൻസ് ഏരിയ എത്തുന്നതിനെക്കാട്ടി മുൻപ് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ലോവർ ലെവലിലെ സപ്പോർട്ടാണെങ്കിൽ 580 ബ്രേക്ക് ചെയ്താൽ പിന്നെ കുറച്ച് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം ഒരു പ്രോഫിറ്റായി മാർക്കറ്റ് ഒന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിക്കുന്നത് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത് പോലെ തന്നെ മൈനറായിട്ടുള്ള സപ്പോർട്ട് സോൺ വരുന്നുണ്ട്. 23,538 സപ്പോർട്ടാണ്, മൈനറാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ബൈർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസ് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,538. അതുപോലെ തന്നെ മൈനറായിട്ടുള്ള സപ്പോർട്ട് 23,458. ഇത് ശ്രദ്ധിക്കുക, മൈനറായിട്ടുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. നല്ല സപ്പോർട്ട് ഏരിയയിൽ നിന്ന് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ ഒരു ഏരിയ നല്ല സപ്പോർട്ട് ലെവലാണ്. പക്ഷേ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താലാണ് സ്ട്രെങ്ത് വരുന്നത്. ഇൻ കേസ് നല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്തു അതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം അടുത്ത റെസിസ്റ്റൻസ് സോൺ കൂടിയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വൈലാണെന്ന് മനസ്സിലാക്കാം. മാർക്കറ്റിൽ ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ ഓപ്പർച്യൂണിറ്റി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.